RP റിവ്യൂ വിട്ടുപോയല്ലേ ഗൈസ്? ഇതാണ് പുതിയ BGMI റോയൽ പാസ് സീസൺ 3583. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എലൈറ്റ് പാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലൈറ്റ് ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും. നല്ല എലൈറ്റ് വ്യൂ, നല്ലൊരു ഔട്ട്ഫിറ്റാണ്, കൊള്ളാം. ഇതിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസയുടെ ഔട്ട്ഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. കൊള്ളാം, എന്തായാലും കൊള്ളാം, കൂടുതൽ പറഞ്ഞ് കോൺട്രവേഴ്സി ആക്കുന്നില്ല. പിന്നീട് നമുക്ക് 80 UC കിട്ടും, അത് കഴിഞ്ഞ് 40 UC, അത് കഴിഞ്ഞ് ഹോവർ ബോർഡിൻ്റെ സ്കിൻ കിട്ടും. കിടിലൻ സാധനം, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഹോവർ ബോർഡിൻ്റെ സ്കിൻ ആക്ച്വലി RPയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്രില്യൻ്റ് മൂവ്. ഈ 2 മാസം കഴിഞ്ഞിട്ട് ഒരു പട്ടിക്കുറുക്കിന് ഇത് യൂസ് ചെയ്യില്ല എന്ന് അറിഞ്ഞുകൊണ്ടും അതിലൊരു സ്കിൻ കൊണ്ടുവരുന്നത് ഈസ് ആക്ച്വലി എ റിയലി ബ്രില്യൻ്റ് മൂവ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു DP സ്കിൻ കിട്ടുന്നുണ്ട്. നല്ല പിങ്ക് കളർ, നന്നായിട്ടുണ്ട്. ഇറ്റ്സ് പിങ്ക്. പിങ്ക് കളറിന് കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്കൊരു മഞ്ഞ, അതും നല്ല തേൻ മഞ്ഞ ഒരു പ്ലെയിൻ സ്കിന്നും ഉണ്ട്, കിട്ടുന്ന ഐറ്റം. പിന്നെ ഒരു 20 UC, ഒരു ഹെൽമെറ്റ് സ്കിൻ, കൊള്ളാം. ഫറി തീമാണെന്ന് തോന്നുന്നു ഇത്തവണ. എല്ലാവരും ഫറി ഇതുണ്ട്. ഇതൊരു പട്ടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ 3 പട്ടി ഹെൽമെറ്റ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ അവതാരം കിട്ടും, അൾട്ടിമേറ്റ് അവതാരം. പിന്നെ സോഡ് ഓഫിൻ്റെ ഒരു സ്കിൻ കിട്ടുന്നുണ്ട്. ഇതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് തോന്നും. പക്ഷേ അടുത്ത അപ്ഡേറ്റിൽ നോക്കായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമുക്ക് പിസ്റ്റൽ വയ്ക്കാൻ പറ്റും. പിസ്റ്റൽ വെച്ച് വെടി വയ്ക്കാൻ പറ്റും. നോക്കായി കഴിഞ്ഞാലും ഹാൻഡ് ഗൺ, അതായത് പിസ്റ്റൽസ് ഉണ്ടല്ലോ, സോഡ് ഓഫ്, റിവോൾവർ, ഇങ്ങനത്തെ ഗൺ വെച്ചുകൊണ്ട് നമുക്ക് വെടി വയ്ക്കാൻ പറ്റും. അതൊരു ഹ്യൂജ് അപ്ഡേറ്റ് ആയിരിക്കും. ഉറപ്പായിട്ടും അതൊരു ഹ്യൂജ് തിങ് ആയിരിക്കും. മെറ്റ കംപ്ലീറ്റ്ലി ഇതാവും, നല്ല വ്യത്യാസം വരും. കാരണം നോക്കാക്കിയിട്ട് നമ്മൾ കൊല്ലാൻ ചെല്ലുമ്പോൾ നമ്മൾ ഹീൽ ചെയ്യാതെ പിന്നെ ചെല്ലാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. മനസ്സിലായോ? യൂഷ്വലി നമ്മളിപ്പോൾ നോക്കാക്കിയിട്ട് കൊല്ലാൻ ചെല്ലുന്നത് ഹീൽ ചെയ്യാതൊക്കെ ഞെക്കാൻ ചെല്ലും. പക്ഷേ ഇനി ഹീൽ ചെയ്യാതെ ഞെക്കാൻ ചെന്നാൽ പണി കിട്ടും. പിസ്റ്റലുകൾക്കൊരു ഹ്യൂജ് ബഫ വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഗെയിമിൽ ആരും പിസ്റ്റൽസ് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഇത് കാരണം ഹ്യൂജ് ബഫായിരിക്കും അത്. വെൽ ഡൺ. പിന്നെ നിങ്ങളുടെ വീട്ടിലൊട്ടിക്കാനായിട്ട് പട്ടി കയറി നടന്ന ഒരു ടൈല് കിട്ടുന്നുണ്ട്. എന്തിനാണോ ഇതിൽ വീട് വന്നേക്കുന്നത് തമ്പുരാൻ അറിയാം. ക്ലാഷ് ഓഫ് ക്ലാൻസ് പോലെ ആയതാണോ അറിയത്തില്ല എനിക്ക്. പിന്നെ ഇതെന്തുവാ, സ്ട്രേ ഹൗണ്ട് സ്റ്റൈൽ സെറ്റ്. ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ട്. ഇതുവരെ BGMIയിൽ കാണാത്ത പോലെ. വാലും ഉണ്ട്. വാലിനൊരു എക്സ്ട്രാ യൂസിങ് കൂടി ചാർജ് ചെയ്യാറുണ്ട്, കുഴപ്പമില്ല. റോയൽ പാസിൻ്റെ റേറ്റ് ഒരു 40 കൂട്ടായിരുന്നു. പിന്നെ സ്കാറലിൻ്റെ അപ്ഗ്രേഡബിൾ സ്കിൻ കാണാൻ നല്ല വികൃതമായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പ്രോബബ്ലി ഏറ്റവും വൃത്തികെട്ട ഒരു സ്കിന്നായിരിക്കും. പക്ഷേ കിൽഫീഡ് നല്ല രസമുണ്ട്. കിൽഫീഡ് കുഴപ്പമില്ല. കിൽഫീഡിൽ ആ വികൃതമില്ല, വികൃതമില്ല ഇല്ല. പിന്നെ Win94ൻ്റെ സ്കിൻ, നന്ദിയുണ്ട് പബ്ജി. ശരിക്കും ഈ സ്കിന്ന് കൊണ്ടുവന്നതിലൂടെ ഈ ഗൺ ഇപ്പോഴും ഉണ്ടെന്ന് ഞങ്ങളെ അറിയിച്ചതിൽ നന്ദിയുണ്ട്, വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ഗൺ എടുത്ത് കളഞ്ഞെന്നുള്ളൂ, പക്ഷേ ഇല്ല, ഈ ഗൺ ഇപ്പോഴും ഉണ്ട്. ആ സ്കിന്ന് കൊണ്ടുവന്നതിലൂടെ മനസ്സിലായി, താങ്ക്സ്. പിന്നെ ഇതുകൊണ്ടേ ഈ തവണ എല്ലാം പട്ടി തീമാണ്, കൊള്ളാം. ഒരു ജീപ്പ് സ്കിൻ, നല്ല വൃത്തിയുണ്ട്, ഒട്ടും കുളമാക്കിയിട്ടില്ല. പട്ടി ഐസ്ക്രീമുമാണ് ഇത്തവണ തീം, കൊള്ളാം. പിന്നെ സ്റ്റൺ ഗ്രനേഡ്, അതും കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ ഗ്രോസയുടെ ഒരു വൃത്തികെട്ട സ്കിൻ, നല്ലതെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ മഹാമോശം സ്കിന്നാണ്. ആൻഡ് നമ്മുടെ ഫൈനൽ സാധനം ഇതുകൊണ്ടായിരിക്കുന്നു. ലെവൽ 100 സ്കിന്നും ലെവൽ 1 സ്കിന്നും വെച്ച് നോക്കുകയാണെങ്കിൽ ലെവൽ 1 സ്കിന്നായിരുന്നു ബെറ്റർ എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ലെവൽ 100 സ്കിൻ ഇത്തവണ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. എന്തുവാ ഇത് മറ്റേ മാർവലിലെ സ്ക്വിറൽ ഗേൾ പോലെയുണ്ട്.
മാർവൽ റൈവൽസിലെ സ്ക്വിറലുകൾ പോലെ ഉണ്ട്, സെയിം സാധനം. അതിൽ അണ്ണാനാണ്, ഇതിൽ പട്ടിയാണെന്ന് മാത്രം. സ്ക്വിറൽ ഗേളിൻ്റെ ആ വൈബാണ് ഇതിൽ പിടിച്ചേക്കുന്നത്. എന്ത് ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. അപ്പം ഇതാണ് RP. നിങ്ങൾ എല്ലാവരും RP എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ഇത് കിട്ടും. ഇതിനു വേണ്ടി നിങ്ങൾക്ക് RP എടുക്കാം. ഇതിനു വേണ്ടി എടുക്കാൻ ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് കിട്ടും. നല്ല വൃത്തിയുള്ളൊരു സ്കിന്നാണ്. തുണി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കൊള്ളാം. എൻ്റെ ഡൗട്ട് അതല്ല, BGMIയിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ സ്കിൻസ് ഇറങ്ങുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പ്രോബബ്ലി ഇത് മിക്കവാറും നെക്സ്റ്റ് അപ്ഡേറ്റിൽ ഈ സ്കിന്നിലൊരു വ്യത്യാസം കാണും. കുറച്ചുകൂടെ സെൻസർ ചെയ്തുകൊണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ചുകൂടെ അടച്ചുകൊണ്ടുള്ള ഇതായിരിക്കും. കാരണം ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ളതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സൈക്കോ എന്ത് പരിപാടി അങ്ങനെ പറയുന്നത് എന്തുവാന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? നിങ്ങൾ ഞാൻ ഈ ഇട്ടേക്കുന്ന സ്കിന്ന് കാണുന്നുണ്ടോ? ഈ സ്കിന്ന് PUBGയിൽ ഇറങ്ങിയ സ്കിന്നാണ്. ഇതിറങ്ങിയ സമയത്ത് ഈ ചിരട്ടയും മാലയും മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്കിൻസൊക്കെ എടുത്ത് നോക്കാൻ നേരത്ത് ഇതിൻ്റെ അടിയിൽ ഈ ഒരു സംഭവം, ഈ നമ്മൾ യൂഷ്വലി ജനിച്ച് വീഴുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതുണ്ട്. അത് വെച്ച് ഹൈഡ് ചെയ്തേക്കുവാണ്. എന്തുകൊണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ BGMIയിൽ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ RP സ്കിന്ന് പോകുന്നതിന് മുന്നേ നിങ്ങളത് റെഡിയാക്കാൻ നോക്കുക. ഏത് മനസ്സിലായോ? RP സ്കിന്നിൽ ഈ ചേഞ്ച് വരുന്നതിന് മുന്നേ എടുക്കാൻ നോക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതല്ല മോനെ.